നമ്മളിപ്പോ ഈ സാധനം നീ പറഞ്ഞത് 6 മണിക്കൂറോളം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കണമെന്ന് പറഞ്ഞു. ക്ലേ ടൈല് വാട്ടർ അബ്സോർപ്ഷനുള്ള ടൈലാണല്ലോ. അപ്പൊ നമ്മളിത് ലേ ചെയ്യുന്ന മുന്നായിട്ട് വെള്ളത്തിൽ ഒരു 5 to 6 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ മുക്കി വെക്കണം. സൗണ്ടിനൊക്കെ വേറെ കഥയുണ്ട് കേട്ടോ. പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ സൗണ്ടിലൂടെ തന്നെ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു വാളിൽ അങ്ങനെ കുറച്ച് ക്ലാഡിങ് ടൈല് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നോക്കുന്നതും അതുപോലെ തന്നെ ഈ മേളിലേക്ക് നോക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എൻറ്റേർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ വീട് പണി അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ പ്രൊഡക്റ്റുകളും നമ്മുടെ ആളുകളെയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അതവർക്ക് ഉപകാരപ്രദമാകുക എന്ന പർപ്പസിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാഡിങ് ടൈൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ആളുകൾക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആക്ച്വലി കണ്ടത് മസൂദ് ടെറാസോ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ആളുകൾക്കൊന്ന് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുക. അതെ, ഇത് ഒച്ചക്കെട്ടതെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സൗണ്ടിനൊക്കെ വേറെ കഥയുണ്ട് കേട്ടോ. ഈ പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ സൗണ്ടിലൂടെ തന്നെ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. ശരിയല്ലേ? സത്യം പറഞ്ഞാൽ ഓരോ ബന്ധങ്ങളും വഴിത്തിരിവാകും. ഞാൻ നമ്മുടെ പ്രിയ സുഹൃത്ത് ഒരു റമീസിൻ്റെ ഒരു ഇനാഗുറേഷന് പോയപ്പോൾ ഇവർ ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇവരിലേക്ക് എത്തുന്നത്. ഇത് എന്താണ് ഈ പ്രൊഡക്റ്റ്? ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ആക്ച്വലി ക്ലാഡിംഗ് ടൈലാണ്. നോർമലി ബ്രിക്ക് ക്ലാഡിംഗ് എന്ന് പറയും. ബ്രിക്ക് ക്ലാഡിംഗ് നാച്ചുറൽ മെറ്റീരിയൽ ആണ്. നാച്ചുറൽ മെറ്റീരിയൽ ആണ്. ഇതിന്റെ സൈസ് വരുന്നത് 240/60. കസ്റ്റമർക്ക് എപ്പോഴും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ തിക്നെസ് മാറുന്നതനുസരിച്ച് പ്രൈസ്, ഇതിന്റെ ക്വാളിറ്റി ഒക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ക്വാളിറ്റിയും പ്രൈസൊക്കെ? ഇതൊരു നമ്മളിപ്പോൾ സാധാരണ നാച്ചുറൽ മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ വന്നപ്പോഴും നിങ്ങളുടെ ഒരു സൗണ്ട് കേട്ടല്ലോ അല്ലേ? ഈ സൗണ്ട് കേട്ടിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇതിന്റെ ക്വാളിറ്റി നല്ലതാണ്. ആക്ച്വലി ഇത് 1000 ഡിഗ്രി. ഇപ്പൊ ഇതിന്റെ സൗണ്ട് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. കാരണം ഇപ്പൊ നമുക്കിതിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ലോക്കലി നമ്മൾ മാനുഫാക്ചർ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സാധാരണ നാട്ടിലുണ്ടാവുന്ന 9/3 ഇഞ്ചസ് ടൈപ്പ് ടൈലാണ്. പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ഒരു 10 to 12 റുപ്പീസിന് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇത് ചെയ്യാറില്ല. അതെന്ന് വെച്ചാൽ ഇതിന്റെ ഫയറിംഗ് റേറ്റ് കുറവാണ്. നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റിന്. ആക്ച്വലി അത് ഇതുകൊണ്ടല്ല, ഇതിന്റെ ഫയറിംഗ് റേറ്റ് കുറവായതായതുകൊണ്ട് നമുക്ക് ലോങ് ടേമിലേക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെ അറിയണം ഫയറിംഗ് റേറ്റ് കുറവാണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ബെസ്റ്റ് എക്സാമ്പിൾ ഇതിന്റെ സൗണ്ട് നമുക്ക് നോക്കാം. അതൊക്കെ ജസ്റ്റ് കേൾക്കാൻ പറ്റും. ഒരു വേറെ സൗണ്ട്. ഇതേ ടൈൽ തന്നെ ഞാൻ വേറെ ഒരു ഇത് ചേഞ്ച് ചെയ്യാം. ഇത് ഫയറിംഗ് റേറ്റ് വ്യത്യാസമുണ്ട്. മാനുഫാക്ചറിങ് അതിന്റെ കോസ്റ്റ് ഡിഫറൻസും വരുന്നുണ്ട്. ഇതാകുമ്പോൾ മേ ബി ഒരു 5 രൂപ കൂടും. 5 രൂപ കൂടും. 17-18 റേഞ്ചിലേക്കൊക്കെ നമ്മൾ വരും. ഈ ഫയറിംഗ് റേറ്റ് എന്ന് ഉദ്ദേശിച്ചില്ലേ? എന്താണ് ആക്ച്വലി ഫയറിംഗ് റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇല്ല, ഇത് ആക്ച്വലി ടെമ്പറേച്ചർ നമ്മളിപ്പോ ഇത് ചൂളയിൽ ആക്ച്വലി ഫയർ ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നോർമലി ക്ലേ മെറ്റീരിയൽ ഡൈയിൽ വെച്ച് ചെയ്ത് അത് ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ഒരു 800 ഡിഗ്രി to 1000 ഡിഗ്രി ബിലോ 1000 ഡിഗ്രി ആണ് എല്ലാത്തിനും ഫയറിംഗ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇമ്പോർട്ടഡ് ചെയ്യുന്ന സമയത്ത് അതൊരു 1000 ഡിഗ്രി പ്ലസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റും കുറയുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ആണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കുറയും. ഇതിനിപ്പോ ഒരു 15% അല്ലെങ്കിൽ ഒരു ബിലോ 20% ആണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടഡ് ഇപ്പൊ നമ്മളിപ്പോ ഇവാദക്കാരോട് സെലക്ട് ചെയ്ത ടൈൽ ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്ക് ഒരു 1000 ഡിഗ്രി അബോവ് ഫയർ ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റും. നമ്മളിപ്പോ വേറെ കുറെ റേഞ്ചസ് ഉണ്ട്. ഇതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ലോക്കലി മെയ്ഡ് തന്നെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് സൈസ് വ്യത്യാസമുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണ്. തിക്നെസ്സും വ്യത്യാസമുണ്ട്. 20 mm തിക്നെസ്. ഇതിപ്പോ കാണുമ്പോ ഇതിപ്പോ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇത് ഹാൻഡ് മെയ്ഡ് ടൈലാണ്. ഹാൻഡ് മെയ്ഡ് ആണ്. ഇതും ഇമ്പോർട്ടഡ് ആണ്. പക്ഷെ ഇത് കാണുമ്പോൾ വരിക്കും അയ്യ ഇത് എന്ത് ടൈൽ ഇതൊക്കെ വെച്ചാൽ ആർക്കിടെക്ടേഴ്സ് ഒക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഡിസൈൻ ബാക്ക് സൈഡ് ആണ് കേട്ടോ. ഈ സൈഡ് ആണ് വരുന്നത്. ഇപ്പൊ കേക്ക് പോലെ ഇരിക്കും അല്ലേ? ക്രിസ്മസ് കേക്ക് പോലെ ഇരിക്കണം. പിന്നെ അതേപോലെ ഇതിന് സൈസ് ഒന്നും അത്ര പെർഫെക്റ്റ് സൈസ് ആയിരിക്കില്ല. ചെറിയ ബെൻഡ് ഒക്കെ കാണാൻ പറ്റും. അതൊന്നും ടൈലിന്റെ കംപ്ലൈന്റ് അല്ല. ഇത് ഹാൻഡ് മെയ്ഡ് ടൈലാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ലേ ചെയ്ത് പോയാലേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതെന്ന് വെച്ചാൽ ഈ ഒരു കളറിലല്ല വരും ആക്ച്വലി. ഇത് നമുക്ക് ഒരു ബോക്സിൽ സപ്പോസ് ഒരു 40 പീസോ 38 പീസോ ഉണ്ടെങ്കിൽ അത് ഓരോ ടൈലും ഓരോ കളർ ആയിരിക്കും. അപ്പൊ അത് ലേ ചെയ്ത് വരുമ്പോൾ അതിന്റെ ഭംഗി കാണിക്കുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആളുകൾ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ പോയി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയതും പവനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാരണം നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കിട്ടും.
പക്ഷെ ഇത് മര്യാദക്ക് ലേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് യാതൊരുവിധ ഭംഗിയും ഉണ്ടാവൂല. ലാസ്റ്റ് ഈ പ്രൊഡക്റ്റിനെ കുറ്റം പറയും. അത് ലേ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അതൊക്കെ നമുക്ക് കാണിക്കണം കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് ടൈലാണ്. ഇപ്പൊ ഇത് ആക്ച്വലി ഒരു ഇതിന്റെ സൈസ് വരുന്നത് 21.5 സെന്റിമീറ്റർ ലെങ്ത്തും 65 സെന്റിമീറ്റർ 6.5 സെന്റിമീറ്റർ ഹൈറ്റും ആണ്. ഈ തിക്നെസ്സിലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റിന് തിക്നെസ് ഭയങ്കര കുറവാണ്. ഈ തിക്നെസ് കുറയുന്ന അനുസരിച്ച് ഇതിന്റെ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? അല്ല, എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ചെയ്യാവുന്ന തിക്നെസ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു US സ്റ്റാൻഡേർഡ് പ്രകാരം 27 mm ഒക്കെയാണ് സാധാ ടൈലിന് തിക്നെസ് വരാറുണ്ട്. പുറത്ത് അബ്രോഡ് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ ശരിക്കും തിക്നെസ് വളരെ കൂടുതലാണ്. അവർ സ്പെസിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് തിക്നെസ് കൂടിയ ടൈല് വേണമെന്ന്. പക്ഷെ നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തിക്നെസ്സിലെ ടൈല് വെച്ചത് വീണു പോവോ, പുറപ്പായിട്ട് നിൽക്കാൻ പറ്റുമോ, തലയിലേക്ക് വീഴുമെന്നുള്ളൊരു പേടിയൊക്കെ സാധാരണ ജനങ്ങൾക്ക് വരാറുണ്ട്, കസ്റ്റമർ ചോദിക്കാറുണ്ട്. പക്ഷെ അതേ അതിന്റെ പ്രോപ്പർ ഫിക്സിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ മെറ്റീരിയൽ അവിടെ നിൽക്കും. നമുക്കിപ്പോ എന്തായാലും നമ്മുടെ ഇവിടെ ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ് നമുക്കൊന്ന് ലേ ചെയ്ത് കാണിച്ചാലോ? കാണിക്കാം. ഇതിപ്പോ ആദ്യത്തെ ടൈൽ ലേ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ വെള്ളത്തിൽ എന്ന് വെച്ചാല് ഇത് ക്ലേ ടൈല് വാട്ടർ അബ്സോർപ്ഷനുള്ള ടൈലാണല്ലോ. അപ്പൊ നമ്മൾ ഇത് ലേ ചെയ്യുന്ന മുന്നായിട്ട് ഒരു 5 to 6 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ മുക്കി വെക്കണം. നമ്മളിപ്പോ ഈ സാധനം നീ പറഞ്ഞത് 6 മണിക്കൂറോളം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കണമെന്ന് പറഞ്ഞല്ലോ. എന്തിനാണ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുന്നതിന്റെ പർപ്പസ് എന്താ? അത് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ടൈൽ അഡസീവ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ടൈൽ അഡസീവ് എന്ന് വെച്ചാൽ അത് നമ്മൾ ആക്ച്വലി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പൊ അത് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അഡസീവില് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് വാട്ടർ അബ്സോർപ്ഷൻ ടൈൽ ആയതുകൊണ്ട് ഈ അഡസീവിലുള്ള വെള്ളം ഇത് വലിച്ചെടുക്കും. അപ്പൊ അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വാളിലേക്ക് ലേ ചെയ്യുമ്പോൾ അതിന്റെ ബോണ്ടിങ് സ്ട്രെങ്ത് കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ക്യൂറിംഗ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ക്യൂറിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് ആക്ച്വലി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്ട്രെങ്ത് കിട്ടും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് ലേ ചെയ്യാൻ വേണ്ടി പോകണല്ലോ. അപ്പൊ അതില് നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ മസൂദിനോട് ഡിസ്കസ് ചെയ്താൽ നമുക്ക് സിമെന്റ് വെച്ച് ഒട്ടിക്കാന്ന് പറഞ്ഞു. അപ്പൊ നീ സമ്മതിച്ചില്ല? എന്ത് കാരണം വെച്ചാലും സമ്മതിച്ചില്ല. ഇല്ല, അത് അഡസീവ് നമുക്ക് യൂസ് ചെയ്യണം. ഇത് അഡസീവ് ആണ്. ഇത് എന്താ പ്രത്യേകത? അഡസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ട്. പിന്നെ ഇത് അഡസീവ് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ നല്ല ഇപ്പൊ ഒരു ചൂടായ സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുമല്ലോ. അപ്പൊ ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ടൈൽ അവിടെ ഡീബോണ്ട് ആവാതെ നിൽക്കും. സിമെന്റ് അത് ആക്ച്വലി ഫ്ലെക്സിബിൾ അല്ല. ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് ഇത് ഡീബോണ്ടേജ് ചെയ്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ബായി അത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മിക്സിംഗ് ആണ്. മിക്സിംഗ് ഇത് സാധാരണ മിക്സിംഗ് അല്ല, നമ്മൾ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ. നമ്മൾ അങ്ങനെ നീ പറഞ്ഞ പോലെ സിമെന്റ് മാറ്റി കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള സാധനങ്ങൾ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ലേ ചെയ്യുമ്പോൾ പലരും ലാഭിക്കാനായിട്ട് അവിടെയൊക്കെ ഇതൊക്കെ സേവ് ചെയ്യാനൊക്കെ ശ്രമിക്കും അല്ലെ? നീ തന്നെ ഒന്ന് ചെയ്യും, ഞാനത് വിളിച്ചാൽ ശരിയാവില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് അല്ലേ? ചെയ്തോ പോയി. ഇത് ട്രവലാണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു വാളിലേക്ക്. അല്ല, ഞാൻ ചോദിക്കണതേ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ലാഭിക്കാനായിട്ട് കുറച്ച് നമുക്ക് ചെയ്തുകൂടെ? ഇല്ല, ഇതൊക്കെ അത് അഡസീവ് എപ്പോഴും 3 mm ബിഡിങ്ങിലാണ് ചെയ്യാം. 3 mm തിക്നെസ് ടൈൽ അഡസീവ് ഉണ്ടാവും. അപ്പൊ നോർമലി ചെയ്യുമ്പോൾ സാധാരണ സൈറ്റിൽ പോകുമ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ ടൈൽ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിന്റെ ബാക്കിൽ ബട്ടർ തന്നെ ഒട്ടി. അതാ ഞാൻ ചോദിക്കുന്നത്, സാധാരണ എങ്ങനെ ചെയ്യുന്നത്? സാധാരണ ആൾക്കാർ നമ്മൾ ആദ്യം ടൈൽ അഡസീവ് വാളിലേക്ക് തേച്ചതിന് ശേഷം ഇത് ട്രവലാണ്. ട്രവൽ വെച്ച് നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ടൈലിന്റെ ബാക്കിൽ ഗമ്മ് തേച്ചിട്ട് ഇത് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബട്ടറിംഗ് എന്നാണ് അതിന് പറയാം. ബട്ടറിംഗ് ഇതിന്റെ ബാക്കിൽ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള എയർ ഒക്കെ ഈ കാണുന്നില്ല ലൈൻസ് പോലെ അതിനുള്ളിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് സ്റ്റിക്ക് ആവും. ഇതാണ് അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ. അതല്ലാതെ കുറച്ച് തേച്ചിട്ട് ഒട്ടിക്കുന്ന പരിപാടി അല്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് സമയം എടുക്കുന്ന പരിപാടി. എനിക്ക് വേണമെങ്കിൽ ലാഭിക്കാനായിട്ട് 3 മൂലയിൽ ഇട്ടാൽ മതി. പക്ഷെ അതല്ല അതിന്റെ പ്രൊസീജിയർ. അങ്ങനെ നമ്മള് ഈ ഒരു വാളിൽ അങ്ങനെ കുറച്ച് ക്ലാഡിങ് ടൈല് ചെയ്ത് കഴിഞ്ഞു. അതിനിടയിൽ വരുമ്പോൾ ഒരു സ്പേസർ കാണാൻ പറ്റും. അപ്പൊ എന്നോട് ആദ്യം വന്നപ്പോഴേ പറഞ്ഞു സ്പേസർ ഇട്ട് വേണം ഈ ഒരു സാധനം ചെയ്യാണെന്ന് പറയുകയും ചെയ്യാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്താണ്? അതിന്റെ പർപ്പസ് എന്തായിരിക്കും? നമ്മൾ ആക്ച്വലി ടൈൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതിനൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് സ്പേസർ എന്ന് പറയും. ഇതാണ് സ്പേസർ എന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് പല ഇതിൽ അവൈലബിൾ ആണ്, തിക്നെസ്സിൽ അവൈലബിൾ ആണ്. ഐ മീൻ 2 mm, 3 mm, 5 mm, 10 mm ഒക്കെ ഉണ്ട്. അപ്പോ എപ്പോഴും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന 10 mm സ്പേസറിൽ ചെയ്യാം എന്നുള്ളതാണ്.
സ്പേസർ വേണം. സ്പേസർ വേണം, എന്തായാലും വേണം. സ്പേസർ ഇല്ലാതെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, വേണേ അടുപ്പിച്ച് ഒട്ടിക്കാം. ഒട്ടിപ്പിച്ച് എന്തെങ്കിലും എയർ കുടുങ്ങി ഇരുന്നിട്ട് ഇതിലൂടെ വെള്ളം ഇറങ്ങി പോവില്ല. അപ്പൊ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പൊ എയറും കാര്യങ്ങളും പാസ്സാവാതിരുന്നപ്പോ ഇത് ഡീബോണ്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരുവിധം സൈറ്റുകളൊക്കെ എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ 3mm 2mm ഒക്കെ സ്പേസർ ഇട്ടിട്ട് ചെയ്യാം. അപ്പൊ എസ്തെറ്റിക്കലി അത് ബാധിക്കും ചെയ്യും. അത് മാത്രമല്ല സ്പേസർ എത്രയും കൂടുന്നു അത്രയും ടൈലിന് ഭംഗി കൂടെ ഉള്ളൂ. ഇപ്പൊ അതൊക്കെ അപ്പൊ നമ്മള് സ്പേസർ ഇട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സ്പേസർ നമ്മൾ റിമൂവ് ചെയ്യാം. എല്ലാം എടുക്കാം. ഇത് അളവൊക്കെ എല്ലാം നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ ഉണ്ട്. ഫിനിഷിംഗ് ഫൈനൽ പ്രൊസീജിയർ വേണ്ടി പറയാം. ഇതിന്റെ ഗ്രൗട്ടിംഗ് ചെയ്യാന്ന് പറയും. അപ്പൊ ഈ സ്പേസർ റിമൂവ് ചെയ്തപ്പോ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഗ്രൗട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മസൂദേ, ഇതിന്റെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അതെ. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാൻഡഡ് ഗ്രൗട്ട് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ്. നോർമലി നമ്മളിപ്പോ ടൈലിൽ എപ്പോക്സി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്നത് സാൻഡഡ് ഗ്രൗട്ട് ആണ്. സാൻഡഡ് ഗ്രൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോളിമർ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതായത് തരി കൂടുതലായിരിക്കും ഇതിന്. നമ്മൾ സാധാരണ ഫില്ലിംഗ് പൗഡർ എന്നൊക്കെ പറയും, അത് അൺസാൻഡഡ്, തരി കുറവായിരിക്കും. ഇതിന് പോളിമർ കണ്ടന്റ് കൂടുതലും തരി കൂടുതലായിരിക്കും. ചെയ്യുന്ന സമയത്തെ ഇത് കറക്റ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ടൈലിന്റെ മുകളിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, അതിൽ കയറി പിടിച്ചാൽ ഞങ്ങളങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി ഷൂട്ട് ചെയ്യണം കേട്ടോ. ഇതേ നോക്കി അറിയാൻ പറ്റും, ഇവിടെയൊക്കെ എല്ലാം ഗ്രൗട്ടിങ് ചെയ്ത് പക്ക ഫിനിഷിംഗ് ആയിട്ട് നിൽക്കണത്. നമ്മൾ അന്ന് അവസാന ഷോട്ട് നിർത്തുന്നത് ഇവിടെയായിരുന്നു. ബായി അത് അവിടെ ഗ്രൗട്ട് ചെയ്തതേ ഇങ്ങനെ സംഭവം ഫിനിഷ് ചെയ്യണം. ഇവിടെ നോക്കുന്നതും അതുപോലെ തന്നെ ഈ മേലിലേക്ക് നോക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എൻറ്റേർലി ഡിഫറെന്റ് ആണ്. കാരണം അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഏരിയ ആള് വളരെ ഇവിടെ ചെയ്യുന്നത് ഗ്രൗട്ടിംഗ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഇതില് ഒരുവിധം എല്ലാ സൈറ്റ്സിലൊന്നും ഇങ്ങനത്തെ ഗ്രൗട്ടിംഗ് ചെയ്യാറില്ല. ലൈക് സ്പേസർ കുറച്ചിട്ടായിരിക്കും ചെയ്തത്. നമ്മളിവിടെ യൂസ് ചെയ്ത് 10mm സ്പേസർ ആണ്, ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ആ 10mm സ്പേസർ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഗ്രൗട്ട് എന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത്. അതിന്റെ ഇൻസ്റ്റലേഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് കളർ വേരിയൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഗ്രൗട്ട് ബ്ലാക്ക് ഉണ്ട്, ഗ്രേ, വൈറ്റ്, പല കളേഴ്സിലുണ്ട്. നമ്മളിപ്പോ ഗ്രേ കളർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ കളർ മാറും. അപ്പൊ നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ഫിനിഷ്ഡ് വോൾ ആണ്. കുറച്ചൊരു ക്ലീനിങ് മാത്രമേ ബാക്കിയുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഫൈനൽ വാഷ് ചെയ്തിട്ട് അതെ ഷാമ്പു വാഷ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫൈനൽ ഏറ്റവും ലാസ്റ്റ് ഫുൾ ഡ്രൈ ആയതിനു ശേഷമാണ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്തിരുന്ന സ്പേസർ ആണല്ലോ. 10mm സ്പേസർ യൂസ് ചെയ്യുന്നത് പറഞ്ഞ കാരണം ഇത് ആക്ച്വലി ഒരു ലോങ് വ്യൂ ഉള്ള സൈറ്റ് ആണ്. കയറി വരുമ്പോൾ അപ്പൊ നമ്മൾ കുറച്ച് ലോങ് എന്ന് കണ്ടാലും ഇതൊരു ബ്രിക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 10mm സ്പേസർ കൂട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം സ്പേസർ കൂടി കുറവ് പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ അത്രയും കയറും. പക്ഷെ അതല്ല, നമുക്ക് ഭംഗിയും കൂടി കാണും. അല്ല ഔട്ട്പുട്ട് കറക്റ്റ് ആവാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ആളുകൾ വിളിക്കും. ഞാൻ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ പോണത്, നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്യണമെങ്കിൽ ധൈര്യപ്പെട്ട് ചെയ്യിച്ചോളൂ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ 100% എന്നെ നിങ്ങൾക്ക് വിളിക്കാം. 9746029915 ആണ് എൻ്റെ നമ്പർ. ഞാനത് സോൾവ് ചെയ്ത് തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് കേട്ടോ. താങ്ക് യു.